ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ലോക്ഡൌൺ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോളിനും ഡീസലിനും ഉണ്ടായിരുന്ന അധിക എക്സൈസ് തീരുവ കേന്ദ്രം വെട്ടിക്കുറച്ചു. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പണി തങ്ങൾക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSുമായി ഇടതിന് ഡീലുണ്ടെന്ന VD സതീശന്റെ പ്രസ്താവന ശുദ്ധ അസംബന്ധമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരുവായൂർ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശത്തിൽ 2 മാസത്തിനകം ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. പരാമർശം ഗൌരവതരമെന്ന് ഹൈക്കോടതി. ഗോപാലകൃഷ്ണന്റെ പരാമർശം ജനങ്ങൾ തള്ളിക്കളയുമെന്ന് മുഖ്യമന്ത്രി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ജാഥയ്ക്ക് തുടക്കമായി. കോർപ്പറേറ്റുകൾക്കെതിരായി ജനകീയ ബദലുകൾ സംഘടിപ്പിച്ച് സാധാരണക്കാരെ ചേർത്ത് വളർന്നു വന്നിട്ടുള്ള സംഘടനയാണ് COA എന്ന് ജാഥ ക്യാപ്റ്റൻ നിസാർ കോയപ്പറമ്പിൽ. പാലപ്പള്ളി കുണ്ടായിയിൽ തോട്ടം തൊഴിലാളി താമസിക്കുന്ന പാഡിക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഗതാഗത കുരുക്കഴിയാതെ തൃശൂർ കുന്നംകുളം റൂട്ടിലെ കേച്ചേരി ജംഗ്ഷൻ. സ്വകാര്യ ബസ്സുകളുടെ ഗുണ്ടായിസം കേച്ചേരിയിൽ പതിവ് കാഴ്ച. ആറാട്ടുപുഴ പൂരം തിങ്കളാഴ്ച. പൂരത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി. വാർത്തകൾ വിശദമായി. ലോക്ഡൌൺ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ തയ്യാറാണ്. അവശ്യ വസ്തുക്കളുടെ ലഭ്യതക്കുറവ് ഉണ്ടാകില്ല. ഊർജ്ജ ലഭ്യതയടക്കം ഉറപ്പുവരുത്തിയതായും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വെല്ലുവിളികളെ നേരിടാൻ സർക്കാർ സജ്ജമാണെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്ത് ഇന്ധനവില കൂടാതിരിക്കാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ. പെട്രോളിനും ഡീസലിനുമുണ്ടായിരുന്ന അധിക എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചു. പെട്രോളിന് 13 രൂപ എക്സൈസ് തീരുവയുണ്ടായിരുന്നത് 3 രൂപയായി കുറച്ചു. ഡീസലിന് 10 രൂപയുണ്ടായിരുന്നത് പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കാനാണ് കേന്ദ്രത്തിന്റെ നടപടി. അതിനാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പന വിലയിൽ മാറ്റമുണ്ടായേക്കില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നത് എണ്ണ കമ്പനികൾക്ക് തിരിച്ചടിയായിരുന്നു. ഇതോടെ എണ്ണ കമ്പനികൾ പലതും വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. സ്വകാര്യ കമ്പനിയായ നയാര ഇന്നലെ പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ മറ്റ് കമ്പനികളും വില വർദ്ധിപ്പിക്കുമെന്ന അഭ്യൂഹത്തിനിടെയാണ് കേന്ദ്രം ഇന്ധന എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചത്. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പണി ഞങ്ങൾക്കില്ലെന്നും അത് കോൺഗ്രസിന്റെ സ്വഭാവമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ RSSുമായി ചേർന്ന് മത്സരിച്ചെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. അന്നത്തെ സ്ഥിതി സതീശൻ അറിയില്ല. രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ RSS എങ്ങനെയാണ് തന്നെ കണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പ്രധാന ടാർഗറ്റായിരുന്നു താൻ. നാണം കെട്ട ഒരുപാട് കൂട്ടുകെട്ടുകൾക്ക് പുറകെ പോയവരാണ് കോൺഗ്രസ്. RSSന് സംരക്ഷണം നൽകിയവർ ആരാണെന്ന് പിന്നീട് അവർ തന്നെ വെളിപ്പെടുത്തിയില്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഒരു മടിയും സതീശനും ഇല്ല എന്നുള്ളത് കാണിക്കുന്നത് 1977 അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നോക്കണം. ആരായിരുന്നു RSSനെതിരെ അവിടെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്? ആ കാലത്താണല്ലോ ഇവരുടെ പ്രസിഡന്റ് പിന്നീട് പറഞ്ഞത് വെളിപ്പെടുത്തിയത്. ഞാനായിരുന്നു RSS ശാഖക്ക് സംരക്ഷണം നൽകിയത്, അതിന് ആളുകളെ അയച്ചത് ഞാനായിരുന്നു, അത് മാർക്സിസ്റ്റുകാരിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ തന്നെ. ഇദ്ദേഹം എല്ലാം കൂടി പ്രസിഡന്റാക്കിയ ആളായിട്ടില്ല. അതായിരുന്നു അന്നത്തെ കണ്ണൂരിന്റെ അവസ്ഥ. അവിടെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ എന്നെ RSS എങ്ങനെയാണ് കണ്ടിട്ടതെന്നും എല്ലാവർക്കും അറിയാം. അവരുടെ ആക്രമണം ഏത് ഘട്ടത്തിലും വരാമെന്നുള്ള നില ഉണ്ടായിരുന്നു എന്നത് അന്ന് കണ്ണൂരിലുള്ള എല്ലാവർക്കും അറിയാം. അതിൽ
ആ ക്രമത്തിന്റെ ടാർഗറ്റായിട്ട് 1 എന്നെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അതായിരുന്നു കാലം. ഇപ്പോൾ കുറച്ച് ദശാബ്ദം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്ത് നുണയും പറയാം എന്ന നില വന്നു ചേരുന്നത്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കോൺഗ്രസ് നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയെയും മുഖ്യമന്ത്രി വിമർശിച്ചു. UDF പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നടപ്പിലാക്കാറില്ല. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിപക്ഷത്തോടുകൂടി ചർച്ച ചെയ്താണ് തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് അവർ നിലപാട് മാറ്റി. ഒരു ദുരന്തമുണ്ടായാൽ പണം പിരിച്ച് പദ്ധതി നടപ്പിലാക്കാതിരിക്കുന്നത് ഗുരുതര കാര്യമാണ്. പിരിച്ചെടുത്ത പണം എന്ത് ചെയ്തെന്ന് അവർ വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിയെ സാധാരണഗതിയിൽ ആരും എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ കോൺഗ്രസ് അതിനെയും എതിർത്തു. എതിർപ്പുകൾ മൂലം ഒരു പദ്ധതി തന്നെ മുടങ്ങിയ ജില്ലയാണ് തൃശൂര്. എന്നാൽ ലൈഫ് പദ്ധതി വഴി 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കി നൽകി. ഇതിനായി 19,000 കോടി സംസ്ഥാനം ചിലവിട്ടു. കേന്ദ്രവിഹിതം 2,300 കോടി മാത്രമാണ്. മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം പദ്ധതിയും നടപ്പിലാക്കിയെന്നും കടലാക്രമണങ്ങളിൽ നിന്ന് തീരങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതിക്കായി കേന്ദ്രത്തെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. TCV തൃശൂർ. പ്രതീക്ഷ നഷ്ടപ്പെട്ട സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പ്രത്യാശ നൽകിയത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം ദുരന്തങ്ങളെ നേരിട്ടപ്പോൾ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞപ്പോൾ അതിനെ അനുകൂലിക്കാനാണ് UDFും കോൺഗ്രസ് നേതൃത്വവും ശ്രമിച്ചതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. LDF നേതാവ് P. മണി അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളായ ഡോക്ടർ ആർ ബിന്ദു, അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, ബിജു S. ചെറിയത്ത്, മുൻ MLA പ്രൊഫസർ KU അരുണൻ, PK ഡേവിസ്, KG ശിവാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. അതിനുള്ള ഉത്തരമാണ് എന്തുകൊണ്ട് LDF എന്ന് ചോദിക്കുമ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ LDF എന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു. അതിന്റെ ഭാഗമായാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. നേരത്തെ ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. നാടിന്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളാണ് നിന്നിട്ടുള്ളത്. ജനങ്ങളും നല്ല രീതിയിലാണ് ഞങ്ങളോട് സഹകരിച്ചത്. ഒരുപാട് ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിജീവനമാണ്. ഗുരുവായൂർ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശത്തിൽ 2 മാസത്തിനകം ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. B. ഗോപാലകൃഷ്ണന്റെ പരാമർശം ഗൌരവതരമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം കൊണ്ട് എന്തു ചെയ്യാനാകുമെന്നും സമൂഹത്തിലുണ്ടാക്കിയ ആഘാതം എങ്ങനെ മറികടക്കാനാകുമെന്നും കോടതി ആരാഞ്ഞു. ഗോപാലകൃഷ്ണനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നിർണായക നിരീക്ഷണം നടത്തിയത്. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ നടത്തിയ വിദ്വേഷ പരാമർശം നമ്മുടെ നാടിനെയും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ളതുപോലെ അപരമത വിദ്വേഷത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ കഴിയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നമ്മുടെ നാട് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മത്സരിക്കാനും ജയിക്കാനും പറ്റൂ എന്ന നില അങ്ങേയറ്റം വിഘടനവാദമാണ്. ജനങ്ങളെ ശത്രുക്കളായി ചേരിതിരിക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. ഗുരുവായൂരിൽ LDFനെ പരാജയപ്പെടുത്താനുള്ള കുൽസിത നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രസ്താവനകളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗുരുവായൂരിലെ ജനങ്ങൾ അത്തരം പ്രസ്താവന കൊണ്ടൊന്നും തെറ്റിദ്ധരിക്കപ്പെടില്ല. അവിടുത്തെ ഇതേവരെയുള്ള MLA-മാരുടെ ചരിത്രം പരിശോധിച്ചാൽ LDFന്റെ MLA-മാരായി പ്രവർത്തിച്ചവരെല്ലാം എല്ലാവർക്കും സ്വീകാര്യരായിരുന്നു. നല്ല തോതിലുള്ള പിന്തുണയാണ് കിട്ടി വന്നിട്ടുള്ളത്. ആ പിന്തുണയുടെ ഭാഗമായിട്ട് തന്നെയാണ് LDF തുടർച്ചയായി ഗുരുവായൂരിൽ ജയിച്ചു വരുന്നത്. അതിനെ മറ്റൊരു രീതിയിൽ ഒരു മതബോധമുയർത്തി വഴിതെറ്റിക്കാനാകുമോ എന്നതാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. അത് LDFന് വിജയം സുനിശ്ചിതമായ ഒരു മണ്ഡലത്തിൽ LDFനെ പരാജയപ്പെടുത്താനുള്ള കുൽസിത നീക്കത്തിന്റെ ഭാഗമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. അത്തരക്കാർക്ക് പോറൽ ഏൽപ്പിക്കാൻ കഴിയുകയുമില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.
ഗുരുവായൂർ മണ്ഡലത്തിലെ രാമച്ച കൃഷി ഇല്ലാതാക്കിയത് മത തീവ്രവാദികളാണെന്ന് NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ. ഗുരുവായൂരിലെ LDF UDF നേതാക്കൾക്ക് ബ്ലേഡ് മാഫിയ അധോലോകവുമായി ബന്ധമുണ്ടെന്നും ഗോപാലകൃഷ്ണൻ. ഗുരുവായൂരിൽ TCVയോട് പ്രതികരിക്കുകയായിരുന്നു NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. പുന്നിയൂർക്കുളം മേഖലയിലെ രാമച്ച കൃഷി കത്തിച്ച് നശിപ്പിച്ച് കൃഷി പൂർണ്ണമായും ഇല്ലാതാക്കിയത് ഒരു വിഭാഗം മത തീവ്രവാദികളാണെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കൃഷി അതിൻ്റെ കൃത്യമായ സമയമാകുമ്പോൾ ആ കൃഷിയിടങ്ങൾ ചില പ്രത്യേക തൽപരരായിട്ടുള്ള ആളുകൾ അവർ പോയിട്ട് അത് കത്തിക്കുന്നു. ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികൾ പോയി കത്തിക്കുന്നു. അങ്ങനെ ഞാൻ ധാരാളം രാമച്ച കൃഷിക്കാരെ കണ്ടപ്പോൾ കണ്ണീരിലാണ് അവർ. ഏതെങ്കിലും ഇവിടുത്തെ MLA മാർ രാമച്ച കൃഷിക്കാരെ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ MLA മാർ ഈ കൃഷി ചെയ്യുന്നതൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും കത്തിക്കുന്നവരൊക്കെ വേറെ ചില മത തീവ്രവാദികളുമാണ്. അപ്പോൾ കത്തിച്ച് അവരെ ഇല്ലാണ്ടാക്കുക, അവരെ പട്ടിണിക്കിടുക. ആ രാമച്ച കൃഷി വേണ്ടാന്നേ, അത് അവരുടെ താല്പര്യം. അതെന്താണെന്നുള്ളത് അന്വേഷിക്കണം. ഗുരുവായൂരിൽ ബ്ലേഡ് മാഫിയ അധോലോകം പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുമായി മുൻ ഇടത് വലത് MLA മാർക്ക് ബന്ധമുണ്ടെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. ഈ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ജയിച്ചു വരുന്ന MLA അടക്കമുള്ള ആളുകൾ ഈ ബ്ലേഡ് മാഫിയായിട്ട് ബന്ധമാണ്. ഗുരുവായൂരിൽ ഒരു അധോലോകം ഗുരുവായൂരിലുണ്ട്. ഈ അധോലോകത്തിന്റെ സന്തതികൾ അവരുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഈ ഇടതും വലതും നേതാക്കന്മാരും MLA മാരും ഒക്കെ. നേരത്തെ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന വിവാദമാവുകയും ഗോപാലകൃഷ്ണനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പ്രസ്താവനയ്ക്കെതിരെ ഹൈക്കോടതി പരാമർശവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗോപാലകൃഷ്ണന്റെ പുതിയ പരാമർശം. TCV ഗുരുവായൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ജാഥ ചേർപ്പിൽ നിന്ന് ആരംഭിച്ചു. ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള വിനോദ് കുമാർ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയിൽ COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ പതാക ജാഥ ക്യാപ്റ്റനും സംസ്ഥാന സെക്രട്ടറിയുമായ നിസാർ കോയപ്പറമ്പലിന് കൈമാറി. COA ജില്ലാ സെക്രട്ടറി CG ജോസ്, KCCL MD PP സുരേഷ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ്, ജില്ലാ ട്രഷറർ ബിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പ്രയാണം ആരംഭിച്ച പതാക ജാഥയ്ക്ക് തൃശൂർ ടൗണിൽ സ്വീകരണം നൽകി. തൃശൂർ ടൗൺ, മണ്ണുത്തി, തൃപ്രയാർ മേഖലകളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ COA മുൻ ജില്ലാ സെക്രട്ടറി P ആന്റണി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേറ്റുകൾക്കെതിരായി ജനകീയ ബദലുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരെ ചേർത്ത് പിടിച്ച് വളർന്നു വന്നിട്ടുള്ള സംഘടനയാണ് COA എന്നും ആഗോള കുത്തക കമ്പനികളുമായി മത്സരിക്കുന്ന കമ്പനിയായി KCCL മാറിക്കഴിഞ്ഞുവെന്നും സ്വീകരണം ഏറ്റുവാങ്ങിയ ജാഥ ക്യാപ്റ്റൻ നിസാർ കോയപ്പറമ്പിൽ പറഞ്ഞു. വലിയ കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള വലിയ മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പ്രസ്ഥാനമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നേരിടുന്നത് കഴിഞ്ഞ ഒരു 5-8 വർഷക്കാലം മുമ്പ് നമ്മൾ പറയുമായിരുന്നു, നമ്മൾ എതിരാളികൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കമ്പനികളുടെ പേരാണ് പറയുന്നതെങ്കിൽ ഇന്ന് ആഗോള കുത്തക കമ്പനികളുമായി മത്സരിക്കുന്ന അതിന് ശക്തിയുള്ള അതിന് പ്രാപ്തരാക്കപ്പെട്ടിട്ടുള്ള കമ്പനിയായി കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ വിഭാവനം ചെയ്യുന്ന KCCL കമ്പനി വളർന്നിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും എണ്ണപ്പെട്ട കമ്പനികളിൽ ഒന്നായി വളരുവാനും 1000 കോടിയുടെ ടേൺ ഓവറുള്ള കമ്പനിയായി മാറാനും നമുക്ക് കഴിയും ഈ കാലഘട്ടത്തിൽ. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജോയിന്റ് സെക്രട്ടറി ജോർജ് ലിയോ, PP സുരേഷ് കുമാർ, രജനീഷ്, KV രാജൻ, CG ജോസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ പ്രതിനിധികൾ, കേബിൾ TV ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പതാക ജാഥയിലും സ്വീകരണ സമ്മേളനത്തിലും പങ്കെടുത്തു. വടക്കാഞ്ചേരി, കുന്നംകുളം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പതാക ജാഥ സമ്മേളന നഗരിയായ തിരൂരിൽ എത്തിച്ചേരും. 28, 29, 30 തീയതികളിലായി മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് COA 15ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. TCV തൃശൂർ. പാലപ്പള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളി താമസിക്കുന്ന പാഡിക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ഹാരിസൺ മലയാളം കുണ്ടായി എസ്റ്റേറ്റിലെ തൊഴിലാളിയായ പോട്ടക്കാരൻ സതീശന്റെ പാഡിയിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. പാഡിക്ക് ചുറ്റും നിലയുറപ്പിച്ച ആനകൾ പാഡിയുടെ മേച്ചിൽ ഷീറ്റ് തകർത്തു. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ സതീശൻ ആനയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. 1 മണിക്കൂറിലേറെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ആനക്കൂട്ടത്തെ സമീപത്തുള്ള പാഡിയിൽ താമസിക്കുന്നവരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തോട്ടത്തിലേക്ക് കയറ്റിവിട്ടത്. 5 ആനകളാണ് പാഡിയിലെത്തിയത്. പാഡിയിലെത്തി മടങ്ങിയ ആനയുടെ കാൽ
ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബിൽ അകപ്പെട്ടിരുന്നു. ഏതാനും ദിവസങ്ങളായി 15ലേറെ ആനകൾ കുണ്ടായി പ്രദേശത്ത് ഭീതി പരത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു. 2 കൂട്ടങ്ങളായി തിരിയുന്ന ആനകൾ പലതവണ റോഡ് മുറിച്ചു കടക്കുന്നതും പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റോഡ് മുറിച്ചു കടന്ന കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ട യാത്രക്കാർക്ക് ഏറെ നേരം കഴിഞ്ഞാണ് പോകാനായത്. ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ കാടുകയറ്റണമെന്നും വനാതിർത്തിയിൽ വൈദ്യുത വേലി സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗതാഗത കുരുക്കഴിയാതെ തൃശൂർ കുന്നംകുളം റൂട്ടിലെ കേച്ചേരി ജംഗ്ഷൻ സ്വകാര്യ ബസ്സുകളുടെ ഗുണ്ടായിസം കേച്ചേരിയിൽ പതിവ് കാഴ്ച. ചേട്ടാ വണ്ടിന്ന് പോകൂല. ഹലോ ചേട്ടാ വണ്ടിന്ന് പോകൂല. ഗ്യാരണ്ടിന്ന് വണ്ടിന്ന് പോകൂല. വണ്ടി ഇവിടെ നോക്കി വണ്ടിന്ന് പോകൂല. ഇവിടെ പോലീസിനോട് ആ വണ്ടിന്ന് പോകൂല എന്ന് വണ്ടിന്ന് പോകൂല. ഏതാനും മാസം മുമ്പ് കേച്ചേരി ജംഗ്ഷനിലെ ഒരു കാഴ്ചയാണിത്. നിയമം ലംഘിച്ച സ്വകാര്യ ബസിന്റെ ചെയ്തി ചോദ്യം ചെയ്ത KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ് കണ്ടക്ടർ റോഡിലിട്ട് തല്ലി. സംഭവത്തിൽ പ്രതിയായ സ്വകാര്യ ബസ് കണ്ടക്ടർ പിന്നീട് അറസ്റ്റിലായെങ്കിലും കേച്ചേരിയിൽ സ്വകാര്യ ബസ്സുകളുടെ ഗുണ്ടായിസത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല. തൃശൂർ കുന്നംകുളം റൂട്ടിൽ കേച്ചേരിയിൽ ഗതാഗത കുരുക്ക് പതിവാണ്. ജംഗ്ഷനിലെ വീതി കുറവ് ഒരു കാരണമാണ്. ഇതിനേക്കാൾ കുരുക്ക് രൂക്ഷമാക്കുന്നത് സ്വകാര്യ ബസ്സുകളാണ്. ഇരുഭാഗത്തു നിന്നും ട്രാഫിക് ലൈൻ മറികടന്നെത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഒരു ഭാഗത്തേക്കും വാഹനങ്ങൾക്ക് പോകാനാവാത്ത സ്ഥിതിയിലെത്തിക്കുന്നു. ഇതേ തുടർന്നുള്ള വാഗ്വാദങ്ങളും കയ്യാങ്കളിയും ഇവിടെ പതിവാണ്. എന്നാൽ ഇക്കൂട്ടരെ നിയന്ത്രിക്കാൻ ഒരു നിയമ സംവിധാനവുമില്ല. ട്രാഫിക് നിയന്ത്രിക്കുന്ന പോലീസുകാരും നിസ്സഹായരാണ്. പോലീസിനും സ്വകാര്യ ബസ് സംഘത്തെ ഭയമാണെന്ന് പറയേണ്ടി വരും. പോലീസ് വാഹനങ്ങളും ആംബുലൻസും കുരുക്കിൽപ്പെടാറുണ്ട്. എന്നാൽ ബസ്സുകൾക്കെതിരെ ചെറുവിരലനക്കാൻ പോലീസ് ധൈര്യപ്പെടാറില്ല. എന്ന് തീരും കേച്ചേരിയുടെ ഈ ശാപം? തൃശൂർ കുന്നംകുളം റോഡ് ദേശീയ നിലവാരത്തിലാക്കി എന്ന് മേനി പറയുമ്പോഴും ഇതാണ് കേച്ചേരിയിലെ അവസ്ഥ. ഒപ്പം തന്നെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കൊല വിളിച്ചു വരുന്ന സ്വകാര്യ ബസ്സുകളും. കേച്ചേരിയിൽ നിന്ന് TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി നടത്തുന്ന വെടിക്കെട്ടിന് അനുമതിയായി. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി ജില്ലാ ഭരണകൂടത്തിന് അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിരുന്നു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് സമിതി ഹൈക്കോടതിയെ സമീപിച്ചു. സമിതിയുടെ വാദം കേട്ട ഹൈക്കോടതി തൃശൂർ ജില്ലാ ഭരണകൂടത്തിനോട് ആറാട്ടുപുഴ പൂരത്തിന്റെ കരിമരുന്ന് പ്രയോഗത്തിന് അനുമതി നൽകാൻ ഉത്തരവിടുകയായിരുന്നു. മാർച്ച് 29, 30 തീയതികളിൽ നടക്കുന്ന കരിമരുന്ന് പ്രയോഗത്തിനാണ് ഹൈക്കോടതി അനുമതി. തെരഞ്ഞെടുപ്പിന് 13 ദിനം മാത്രം ബാക്കി. പ്രചരണ രംഗം ചൂടുപിടിച്ചു. ഈ ദിനങ്ങൾക്കിടയിലാണ് ഓശാന ഞായറും പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും കടന്നുപോകുന്നത്. ചുരുങ്ങിയ ദിനങ്ങൾക്കുള്ളിൽ പരമാവധി വോട്ടർമാരെ കാണാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിനെത്തുന്നുണ്ട്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജയുടെ പ്രചരണത്തിനായി പ്രധാനമന്ത്രി ഞായറാഴ്ച തൃശൂരിലെത്തും. വൈകിട്ട് നടക്കുന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രി ഭാഗമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇരിങ്ങാലക്കുട, പട്ടിക്കാട്, വടക്കാഞ്ചേരി, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ വിവിധ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. വികസന മുന്നേറ്റത്തിനും വികസന തുടർച്ചയ്ക്കും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ നവമണലൂർ പദ്ധതിയിലൂടെ കഴിയുമെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ഇടതുമുന്നണി മുല്ലശ്ശേരിയിൽ സംഘടിപ്പിച്ച ജനകീയ വികസന സംഘത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടകര മണ്ഡലത്തിൽ C. രവീന്ദ്രനാഥിലൂടെ സാധ്യമാക്കിയ സമ്പൂർണ്ണ വികസന പദ്ധതികൾ മണലൂരിലും നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും. വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകി അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ നേടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുള്ള പഠന സംവിധാനം ഉണ്ടാകേണ്ടതുണ്ടെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. കവി C. രാവുണ്ണി അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CL ജോഷി, മുരളി പെരുന്നല്ലി MLA,
കൌമ്പായ് ബാലകൃഷ്ണൻ, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, VN സുർജിത്ത്, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം രാഗേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വെള്ളിക്കുളങ്ങരയിൽ തുറന്നു. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KL ജോസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AB പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസിൽ ചേർന്ന എഴുത്തുകാരൻ ബെന്നി താഴേക്കാടന് ചടങ്ങിൽ പാർട്ടി പ്രവർത്തിക്കാത്തവരെ ചെന്ന് കണ്ട് ഈ പ്രവർത്തനത്തിൽ ആഗ്രഹം സബലീകരിക്കാൻ നിയോജകമണ്ഡല ചെയർമാൻ ആഗ്രഹം സബലീകരിക്കാൻ നിയോജകമണ്ഡല ആഗ്രഹം സബലീകരിക്കാൻ കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണെന്നും ജനങ്ങൾ അതിന് തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. വടക്കാഞ്ചേരി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തോളൂർ പഞ്ചായത്തിലെ പറപ്പൂരിൽ സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വയറ്റിൽ മറന്നുവെച്ച കത്രിക രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പുറത്തെടുത്തു. ഇനി ഞങ്ങൾക്ക് മൂന്നാമതൊരവസരം നൽകണമെന്ന് പറഞ്ഞാൽ അതിന് തയ്യാറല്ലെന്ന ജനങ്ങളുടെ ഉറച്ച പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അടുത്ത നിയമസഭയിൽ UDFന്റെ മുഖ്യമന്ത്രി കൈകൾ ഉയർത്താൻ വടക്കാഞ്ചേരിയിൽ നിന്നും PN വൈശാഖിനെ വിജയിപ്പിക്കണമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KG പോൾസൺ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, UDF നേതാക്കളായ ലൈജു എടക്കളത്തൂർ, തോമസ് ചിറമ്മൽ, TM ഇക്ബാൽ, CV കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാഷ പടിഞ്ഞ് സ്നേഹത്തിന്റെയും സംയമനത്തിന്റെയും കാര്യങ്ങൾ പറയാൻ ഞാൻ ഒരു കാര്യം അഭിമാനത്തോടെ പറയാം. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ വീണ്ടും സമരം തുടങ്ങി. 26 പ്രമുഖ ആശുപത്രികളിലാണ് UNAയുടെ നേതൃത്വത്തിൽ സമരം പുനരാരംഭിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നഴ്സുമാർ സമരം തുടങ്ങിയത്. നഴ്സുമാരുടെ സമരത്തെ കർശനമായി നേരിടുമെന്നറിയിച്ച മാനേജ്മെന്റ് അസോസിയേഷൻ ആവശ്യം വന്നാൽ ആശുപത്രികൾ അടച്ചിടുമെന്നും പ്രഖ്യാപിച്ചു. 40,000 രൂപ മിനിമം വേതനം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നഴ്സുമാരുടെ സമരം. തൃശൂരിൽ പണിമുടക്കിയ നഴ്സുമാർ കളക്ടറേറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. UDFലും LDFലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എതിരാളികൾ ഒരിക്കൽ കൂടി മുഖാമുഖം വരുന്ന മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. മന്ത്രി R ബിന്ദു പ്രതിനിധീകരിക്കുന്ന മണ്ഡലം പിടിച്ചെടുക്കാൻ തോമസ് ഉണ്ണിയാടനെ വീണ്ടും UDF കളത്തിലിറക്കിയിരിക്കുന്നു. സന്തോഷ് ചെറാക്കുളമാണ് NDA സ്ഥാനാർത്ഥി. UDFന് ശക്തമായ അടിത്തറയുണ്ടെന്ന് പറയുമ്പോഴും ഇടത്തോട്ട് ചായാൻ ഇരിങ്ങാലക്കുടയ്ക്കൊരു മടിയുമില്ല. 2001 മുതലുള്ള 3 തെരഞ്ഞെടുപ്പുകളിൽ UDFലെ തോമസ് ഉണ്ണിയാടന് കൈകൊടുത്ത മണ്ഡലം 2016 അദ്ദേഹത്തെ കൈവിട്ടു. 2711 വോട്ടിന് ഉണ്ണിയാടനെ വീഴ്ത്തി CPMലെ KU അരുണൻ ചെങ്കൊടി ഉയർത്തി. 2021 അരുണൻ മാറി R ബിന്ദു സ്ഥാനാർത്ഥിയായി. തോമസ് ഉണ്ണിയാടൻ തന്നെ എതിരാളി. 5949 വോട്ടിന് ജയിച്ച് നിയമസഭയിലെത്തിയ R ബിന്ദു രണ്ടാം പിണറായി സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായി. ഇത്തവണയും R ബിന്ദുവിനെ തന്നെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താമെന്നാണ് ഇടതു പ്രതീക്ഷ. വികസന നേട്ടങ്ങളാണ് ആത്മവിശ്വാസം. ഭരണവിരുദ്ധ വികാരമെന്ന എതിരാളികളുടെ പ്രചരണത്തെയും തള്ളിക്കളയുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം വളരെ സുസ്ഥിരമായ നിലയിൽ തന്നെ നമ്മൾ ലക്ഷ്യം വെച്ച എല്ലാ വികസന പദ്ധതികളും ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ട് പ്രകടന പത്രികയിൽ അക്കമിട്ട് പറഞ്ഞ എല്ലാം പൂർത്തീകരിച്ച് പ്രോഗ്രസ് കാർഡ് പ്രസിദ്ധീകരിച്ച ഒരു ഗവൺമെന്റാണിത്. കഴിഞ്ഞ 6 തവണയും തോമസ് ഉണ്ണിയാടനായിരുന്നു UDF സ്ഥാനാർത്ഥി. 3 ജയവും 3 തോൽവിയും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുണ്ട്. ഇത്തവണ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണമെന്ന് പ്രാദേശികമായ ആവശ്യമുയർന്നെങ്കിലും UDF സംസ്ഥാന നേതൃത്വം ഗൗനിച്ചില്ല. UDFൽ ഒരു അസ്വാരസ്യവുമില്ലെന്ന് സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. താൻ MLA ആയിരിക്കുമ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇരിങ്ങാലക്കുടയെ രാജ്യം ശ്രദ്ധിക്കുന്ന നിയമസഭാ മണ്ഡലമാക്കി മാറ്റിയത് ജനങ്ങൾ മറക്കില്ലെന്നും തോമസ് ഉണ്ണിയാടൻ പറയുന്നു. സമ്പൂർണ്ണ വൈദ്യീകരണം ഇന്ത്യയിലെങ്ങും ഇല്ലാതെ ഇപ്പോൾ ഇരിങ്ങാലക്കുട നടപ്പിലാക്കുകയുണ്ടായി. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കേരളത്തിലെങ്ങും ഇല്ലാതിരുന്ന സമയത്ത് അത് നമുക്ക് ഇരിങ്ങാലക്കുടയിൽ നടപ്പിലാക്കി കൊടുക്കാനായിട്ട് കഴിഞ്ഞു. എന്താണ് കേരളം നാളെ ചിന്തിക്കുന്നത്, അത് ഇന്ന് ഇരിങ്ങാലക്കുട ചിന്തിച്ചു. അന്ന് എന്താണ് ഇന്ത്യ നാളെ ചിന്തിക്കുന്നത്, അത് ഇരിങ്ങാലക്കുട ഇന്ന് ചിന്തിച്ചു.
സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാക്കുളം BJP പ്രതീക്ഷകൾക്ക് തിളക്കം നൽകുന്നു. 2011 6672 വോട്ട് മാത്രമുണ്ടായിരുന്ന NDAയെ 2016 30,420 വോട്ടിലേക്ക് ഉയർത്തിയത് അന്ന് മത്സരിച്ച സന്തോഷ് ചെറാക്കുളമായിരുന്നു. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി ജേക്കബ് തോമസ് 34,329 വോട്ട് നേടിയിരുന്നു. ഇപ്പോൾ വിജയിക്കുക എന്നുള്ള ലക്ഷ്യം അത് മാത്രമേ NDAക്കുള്ളൂ. പഴയ പോലെ വോട്ട് കൂട്ടുക, അല്ലെങ്കിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് വോട്ട് കൂട്ടുക, അല്ലെങ്കിൽ മത്സരിക്കുക എന്നുള്ള ഉദ്ദേശമല്ല. ഇന്ന് A ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA സഖ്യം ജയിക്കുമെന്നുള്ളതിൽ സംശയമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ പോറലേൽക്കാത്ത മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. മുരിയാട്, വേളൂക്കര, പൂമംഗലം, പടിയൂർ, കാട്ടൂർ, കാറളം പഞ്ചായത്തുകൾ LDF നിലനിർത്തി. എന്നാൽ ആളൂർ പഞ്ചായത്ത് പിടിച്ചെടുത്ത UDF ഇരിങ്ങാലക്കുട നഗരസഭാ ഭരണം നിലനിർത്തുകയും ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ ഇഴപിരിച്ചെടുക്കേണ്ട ചില വിജയസൂത്രവാക്യങ്ങളുണ്ട്. ആ ഗണിതശാസ്ത്ര സമസ്യകളിൽ തലപുകയ്ക്കുകയാണ് മുന്നണി നേതൃത്വം. ഇരിങ്ങാലക്കുടയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV. NDA പുതുക്കാട് നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. പുതുക്കാട് CG ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ മുൻ കേന്ദ്രമന്ത്രി ഭഗവന്ത് കുബ്ബെ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷത്തോളമായി LDFും UDFും മാത്രമാണ് കേരളം ഭരിക്കുന്നത്. മറ്റൊരു സാധ്യത ഇവിടെ ഉണ്ടായിട്ടില്ല. അവർ രണ്ടുപേരും കർട്ടന് പിന്നിൽ ഒന്നാണ്. കേരള ജനതയെ വർഷങ്ങളായി ഇവർ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്ര MLA ശ്വേത മഹാലക്ഷ്മി പട്ടേൽ മുഖ്യപ്രഭാഷണം നടത്തി. തെരഞ്ഞെടുപ്പ് ഇൻചാർജ് PK ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി A നാഗേഷ്, സോഷ്യലിസ്റ്റ് ജനതാ സംസ്ഥാന പ്രസിഡന്റ് VV രാജേന്ദ്രൻ, BDJS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് കുമാർ, A ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF പുതുക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ വിജയത്തിനായി മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. വരന്തരപ്പള്ളിയിൽ KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ EA ഓമന അധ്യക്ഷത വഹിച്ചു. KM ബാബുരാജ്, KPCC സെക്രട്ടറി KV ദാസൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ KL ജോസ്, DCC സെക്രട്ടറി കല്ലൂർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ 7 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾക്ക് പുറമെ 4 സ്ഥാനാർത്ഥികൾ കൂടി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ മത്സരരംഗത്തുണ്ട്. BSP, ആം ആദ്മി പാർട്ടി എന്നിവരും 2 സ്വതന്ത്രരുമാണ് മത്സരരംഗത്തുള്ളത്. കലയ്ക്ക് പ്രായമില്ലെന്ന് തെളിയിക്കുകയാണ് തൃശൂർ വിവേകോദയം സ്കൂളിലെ അധ്യാപികയായിരുന്ന 71-കാരിയായ PK വിജയലക്ഷ്മി. കളിവിളക്കിന് മുന്നിൽ കഥകളി വേഷമണിഞ്ഞ് അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് ഗുരുവായൂർ സ്വദേശിനിയായ ഇവർ. പന്ത്രണ്ട് വർഷത്തെ കഠിന പ്രയത്നം വേണ്ടിവരുന്ന കഥകളി വെറും 10 മാസം കൊണ്ടാണ് ടീച്ചറും സംഘവും അഭ്യസിച്ചത്. തുടക്കത്തിൽ മറ്റുള്ളവർ കഥകളി പഠിക്കുന്നത് കണ്ട് അവരുടെ പുറകിൽ നിന്ന് ഒരു വ്യായാമം എന്ന നിലയിലായിരുന്നു ടീച്ചർ ചുവടുകൾ പരീക്ഷിച്ചിരുന്നത്. എന്നാൽ ടീച്ചറുടെ താല്പര്യം തിരിച്ചറിഞ്ഞ മകൾ നൽകിയ പ്രോത്സാഹനമാണ് കഥകളി വേഷം കെട്ടണമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് ഇവർ പറയുന്നു. എക്സർസൈസ് പോലെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ്. കഥകളി പഠിക്കണമെന്നൊന്നും ഒരിക്കലും ചിന്തിച്ചില്ല. ഞാൻ ഇതുവരെ സ്റ്റേജിലൊന്നും അങ്ങനെ പല പാട്ടൊക്കെ പാടുന്നല്ലാണ്ട് ഇങ്ങനത്തെ കലകളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് പിന്നെ ഇവരൊക്കെ ഇൻസ്പയർ ചെയ്യുക ടീച്ചർ കളിക്കണ്ടല്ലോ എന്ന് പറയും. പക്ഷെ ഇപ്പോഴും ഇവരുടെ പോലെ കാല് പൊന്തലും ഒരു കാല് പൊന്തിക്കുമ്പോ ബോഡി താങ്ങില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇതായി പോണു. ഈശ്വരനെ സഹായിച്ച ഉഷാറാക്കാം. ശനിയാഴ്ച മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് ഈ അപൂർവ അരങ്ങേറ്റം. വിജയലക്ഷ്മി ടീച്ചർക്കൊപ്പം അരങ്ങേറ്റം കുറിക്കുന്ന 5-അംഗ സംഘത്തിലെ അജയൻ തൃശൂരും കൃഷ്ണ രമേശും ടീച്ചറുടെ പഴയ വിദ്യാർത്ഥികളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. MS മാനസ എന്നിവരാണ് സംഘത്തിലെ മറ്റ് അംഗങ്ങൾ. മകൾ കൃഷ്ണപ്രിയയുടെ നൃത്ത അധ്യാപകനായിരുന്ന വെള്ളിനേഴി സ്വദേശി കലാമണ്ഡലം മോഹനാണ് അമ്മയുടെയും ഗുരു. കഠിന പരിശീലനത്തിലൂടെ തന്റെ പരിമിതികളെയും പ്രായത്തെയും മറികടക്കാൻ ടീച്ചർക്ക് സാധിച്ചുവെന്ന് ഗുരു സാക്ഷ്യപ്പെടുത്തുന്നു. നന്നായി ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലാതെ കൃത്യമായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതില് മോഹൻ തന്നെയാണ് കാരണം. പ്രായമൊന്നും അവർ നോക്കില്ല. പ്രായത്തിലേക്ക് വെച്ചാണെങ്കിൽ എങ്ങനെ ചെയ്യാം, ബുദ്ധിമുട്ടാണ്. 70 വയസ്സായാലും 65 ചെറുപ്പക്കാരല്ലായിരുന്നു. നമ്മൾ 18 വയസ്സിലും അല്ലെങ്കിൽ 13 വയസ്സിലൊക്കെ തുടങ്ങണതാണ് കഥകളി പഠിക്കുക എന്ന് പറയുന്നത്. മിനുക്ക് വേഷത്തിൽ ടീച്ചർ രുക്മണിയാകുമ്പോൾ ശിഷ്യരും മറ്റംഗങ്ങളും കൃഷ്ണവേഷത്തിൽ ഒപ്പമുണ്ടാകും. കഥകളി അരങ്ങേറ്റത്തിന് ശേഷം ഭരതനാട്യവും പഠിക്കണമെന്ന മോഹത്തിലാണ് വിജയലക്ഷ്മി ടീച്ചർ.
TCV ഗുരുവായൂർ. അന്തരിച്ച ചലച്ചിത്ര നടൻ E.A. രാജേന്ദ്രന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. തൃത്തല്ലൂരിലെ തറവാട്ടു വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ നാടിന്റെ നാനാ തുറകളിൽപ്പെട്ട നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. K. ഇസ്മായിൽ, CN ജയദേവൻ, C. രവീന്ദ്രനാഥ്, KK വത്സരാജ്, ഭാര്യ സഹോദരനും നടനുമായ മുകേഷ്, സിനിമാ സീരിയൽ താരങ്ങളായ സീമാജി നായർ, നിർമ്മാതാവ് അരുൺ ഘോഷ്, മുരുകൻ എങ്ങണ്ടിയൂർ, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കുട്ടനെല്ലൂർ അഞ്ചേരിച്ചിറയിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിക്ക് പുറകിൽ മിനി പിക്കപ്പ് വാൻ ഇടിച്ച് അപകടം. അപകടത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പിക്കപ്പ് വാൻ ഡ്രൈവർ പട്ടാമ്പി സ്വദേശി മുസ്തഫ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ സൂപ്പർഫാസ്റ്റ് ബസ് ഉൾപ്പെടെ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബസ്സിന് പിന്നിൽ പിക്കപ്പ് വാനും അതിന് പിന്നിൽ കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ദേശീയപാതയിൽ അശ്രദ്ധമായി നിർത്തി യാത്രക്കാരെ ഇറക്കിയ KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ച ടോറസ് ലോറിയിൽ ഇടിക്കാതിരിക്കാൻ പുറകിൽ വന്ന സൂപ്പർഫാസ്റ്റ് ബസ് പെട്ടെന്ന് ബ്രേക്കിട്ടതാണ് അപകട കാരണം. സർവീസ് റോഡിലൂടെ പോകേണ്ട KSRTC ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. മനസ്സുണ്ടെങ്കിൽ മണ്ണിൽ പൊന്നു വിളയിക്കാമെന്ന് തെളിയിക്കുകയാണ് കാണിയാമ്പാലിലെ ദമ്പതികൾ. വിഷരഹിതം പച്ചക്കറികൾ നാട്ടുകാർക്ക് എത്തിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ മാളിയേക്കൽ വീട്ടിൽ സന്തോഷും ഭാര്യ ബിന്ദുവും നടത്തുന്ന ജൈവ കൃഷി നാടിനാകെ മാതൃകയാവുകയാണ്. വെറും 4 മാസം കൊണ്ട് മികച്ച വിളവാണ് ഈ ദമ്പതികൾ സ്വന്തമാക്കിയത്. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇരുവരും ചേർന്നാണ് കൃഷിയിടത്തെ പരിപാലിക്കുന്നത്. സന്തോഷിന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള 33 സെന്റ് സ്ഥലത്താണ് വെറും 4 മാസം മുൻപ് ഇവർ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റിൽ നിന്നും നേരിട്ടെത്തിച്ച ഗുണമേന്മയുള്ള വിത്തുകളാണ് ഇവർ ഉപയോഗിച്ചത്. കൃഷി വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ നല്ല വിഷരഹിതമായുള്ളൊരു പച്ചക്കറി കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അത് വലിയ സന്തോഷം. നമ്മൾ അധ്വാനിച്ചാൽ നല്ലൊരു ഫലം തന്നെ കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായുള്ളത്. പയറും കുക്കുംബറും നട്ടു തുടങ്ങിയ കൃഷിയിൽ നിന്ന് കിരൺ എന്ന മികച്ച ഇനം ചീരയും വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നു. കൂടാതെ കയ്പയും പടവലവും പുതുതായി കൃഷി ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട്. വിളവെടുക്കുന്ന പച്ചക്കറികൾ വിറ്റഴിക്കാൻ ഇവർക്ക് ഇടനിലക്കാരുടെ ആവശ്യമില്ല. വീടിന് സമീപം തന്നെ ഇവർ ഒരു പ്രാദേശിക വിപണന കേന്ദ്രം ഒരുക്കാറുണ്ട്. പൊതുവിപണിയിലെ വില അനുസരിച്ച് തന്നെയാണ് ഇവിടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. TCV ന്യൂസ് കുന്നംകുളം. വേനൽ ചൂട് കൂടിയതോടെ കൃഷി ആവശ്യമായ വെള്ളം ലഭിക്കാതെ കോടശ്ശേരിയിലെ കർഷകർ ബുദ്ധിമുട്ടുന്നു. പീലാർമൊഴി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വഴി വെള്ളം ഉപയോഗിക്കുന്ന കർഷകരാണ് ബുദ്ധിമുട്ടുന്നത്. കഴിഞ്ഞ വർഷം ഒരേ സമയം 2 മോട്ടോർ പ്രവർത്തിച്ചിരുന്നു. നിലവിൽ 1 മോട്ടോർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഒരേ സമയം 2 മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടി സ്വീകരിച്ച് കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് പ്രസിഡന്റ് KM ജോസ് ചാലക്കുടി മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടു. തപോവനം ശ്രീ വ്യാസാശ്രമം ട്രസ്റ്റ് ചെമ്പൂച്ചിറയിൽ നിർമ്മിച്ച ആശ്രമത്തിന്റെ പ്രവേശനവും ഗുരുപാദുക പ്രതിഷ്ഠയും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9:45-നും 10:30-നും മധ്യേ ആശ്രമം മഠാധിപതി സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതിയുടെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുപാദുക പ്രതിഷ്ഠ നടക്കും. തുടർന്ന് നടക്കുന്ന ആത്മീയ സമ്മേളനം റിട്ടയർഡ് ജില്ലാ ജഡ്ജി P. മാധവൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ആശ്രമ മഠാധിപതി സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി, PV നന്ദകുമാർ, V. വസന്തകുമാരി, മോഹനൻ വടക്കേടത്ത്, PP സുരേഷ് എന്നിവർ പങ്കെടുത്തു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഇന്നസെന്റ് സ്മൃതി സംഗമം നടത്തി. ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. സിനിമാ മേഖലയിൽ സജീവ സാന്നിധ്യമായ ഹരിശ്രീ അശോകന് സമഗ്ര സംഭാവനയ്ക്കുള്ള 3ാമത് ഇന്നസെന്റ് സ്മാരക പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു.
വള്ളുവത്തുകാവ് ദേവി ക്ഷേത്രത്തിലെ മേലേക്കാവിൽ ശ്രീമൂലസ്ഥാന പുനഃപ്രതിഷ്ഠ നടത്തി. തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, ഹരീഷ് നമ്പൂതിരി എന്നിവർ ചേർന്ന് പുതിയ ബിംബപ്രതിഷ്ഠ നിർവഹിച്ചു. തുടർന്ന് കലശാഭിഷേകം, മേളം, അന്നദാനം എന്നിവയും ഉണ്ടായി. ക്ഷേത്രസമിതി പ്രസിഡന്റ് കെ എസ് സുനിൽകുമാർ, സെക്രട്ടറി ML വേലായുധൻ നായർ, സി രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,265, പവന് 1,06,120. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ലോക്ഡൌൺ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോളിനും ഡീസലിനും ഉണ്ടായിരുന്ന അധിക എക്സൈസ് തീരുവ കേന്ദ്രം വെട്ടിക്കുറച്ചു. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പണി തങ്ങൾക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSുമായി ഇടതിന് ഡീലുണ്ടെന്ന VD സതീശന്റെ പ്രസ്താവന ശുദ്ധ അസംബന്ധമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരുവായൂർ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശത്തിൽ 2 മാസത്തിനകം ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. പരാമർശം ഗൌരവതരമെന്ന് ഹൈക്കോടതി. ഗോപാലകൃഷ്ണന്റെ പരാമർശം ജനങ്ങൾ തള്ളിക്കളയുമെന്ന് മുഖ്യമന്ത്രി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ജാഥയ്ക്ക് തുടക്കമായി. കോർപ്പറേറ്റുകൾക്കെതിരായി ജനകീയ ബദലുകൾ സംഘടിപ്പിച്ച് സാധാരണക്കാരെ ചേർത്ത് വളർന്നു വന്നിട്ടുള്ള സംഘടനയാണ് COA എന്ന് ജാഥ ക്യാപ്റ്റൻ നിസാർ കോയപ്പറമ്പിൽ. പാലപ്പള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളി താമസിക്കുന്ന പാഡിക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഗതാഗത കുരുക്കഴിയാതെ തൃശൂർ കുന്നംകുളം റൂട്ടിലെ കേച്ചേരി ജംഗ്ഷൻ. സ്വകാര്യ ബസ്സുകളുടെ ഗുണ്ടായിസം കേച്ചേരിയിൽ പതിവ് കാഴ്ച. ആറാട്ടുപുഴ പൂരം തിങ്കളാഴ്ച. പൂരത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.